ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര പാറുവിനോട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകനാണോ ഈ പറയുന്ന ഗൗതം എന്നുള്ള ആ ചോദ്യം ഉയരാണ് കേട്ടോ. ഇതേ സമയം വസു, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെ മകനല്ലേ അവൻ എന്ന് പറയുമ്പോൾ, എൻ്റെ മകനായതുകൊണ്ടാണ് എൻ്റെ മകൻ എങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്കതിന് യാതൊരു ഉത്തരവും ഉണ്ടായില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്തത് എന്താണ്? ഇപ്പോൾ എൻ്റെ മകൻക്ക് ഒരിക്കലും ചേരാത്തൊരു പെണ്ണിനെയല്ലേ നിങ്ങൾ ഇതാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് പാറുവിനോട് പറയുമ്പോൾ പാറു പറയുന്നത്, ദയവ് ചെയ്ത് വസു നീ ഇങ്ങനെയൊന്നും പറയരുത്. ഗൗതം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് നിധി. അവൻ കല്യാണം കഴിച്ചെന്ന് എന്താ കുഴപ്പം? എന്നാൽ നിങ്ങളോട് എനിക്ക് പറയേണ്ടത്, ശിവാനിക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും കിട്ടണം. നിധിക്ക് കിട്ടുന്ന ആ സ്വാതന്ത്ര്യം, നിങ്ങളുടെ സ്വന്തം മകനല്ലേ പ്രണവ്, എന്നാൽ ഗൗതം നിങ്ങളുടെ സ്വന്തം മകനാണോ? അല്ലല്ലോ, എടുത്തു വളർത്തിയ മകനല്ലേ എന്നങ്ങ് പറയുമ്പോൾ അവിടെ നിധി ആകെ ഞെട്ടിട്ടോ. ഈശ്വര, ഇവരെന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന പാറു പൊട്ടിക്കരയാണ്. എന്താ വസു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും വിജയത്തിന് വേണ്ടി നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഗൗതമിനെ എടുത്ത് വളർത്തിയെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നീ ആ വാക്ക് ഇനി ഉച്ചരിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരണം നോക്കി അടിക്കാൻ നോക്കുമ്പോൾ, എന്നെ അടിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ കാര്യം പറയാനില്ല. ഇവിടെ വന്ന് കയറിയ ആ നിമിഷം ശിവാനി ചെയ്തത് എന്താണെന്നറിയില്ലേ? ആരതി കെടുന്നതിന് മുന്നേ തന്നെ, നിലവിളക്ക് കെടുന്നതിന് മുന്നേ തന്നെ അവൾ ആദ്യം ചോദിച്ചത് ഈ വീട്ടിലെ സ്വത്ത് എനിക്ക് പങ്കുവെച്ച് തരണമെന്നാ. എന്നാൽ ഗൗതം ഈ വീട്ടിലെ മകനല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ പിന്നെ പറയുന്നത് പ്രണവിനാണ് ഈ വീട്ടിലെ എല്ലാ അവകാശവും എന്നായിരിക്കും. അത് കേൾക്കുന്ന പാറു ആകെ ഞെട്ടിപ്പോവാനേട്ടാ. വസു, നീ എൻ്റെ ഗൗതമിനെ സങ്കടപ്പെടുത്തല്ലേ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയല്ലേ. നമ്മൾ ഇത്രയും വർഷം മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഗൗതമിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ. എന്നിട്ട് നീ എന്താ വസു ഇങ്ങനെ പറയുന്നത്? നിൻ്റെ മകനെന്ന് വെച്ചാൽ നിനക്ക് ജീവനല്ലേ. എന്താ വസു എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിൻ്റെ ഗൗതമിനെ നിനക്ക് വേദനിപ്പിക്കണോ എന്ന് പറയുമ്പോൾ, ആണല്ലോ, എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്, ശിവാനി ഇപ്പോൾ എന്തായാലും ശിവാനിയുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, അത് നടക്കണം. അതിനുള്ള എന്തൊക്കെയാണോ ചടങ്ങുകൾ അത് നിങ്ങൾ നടത്തി കൊടുക്കണം. ഒരിക്കലും ഞാനത് നടത്തി കൊടുക്കില്ല. എങ്കിൽ നിങ്ങളിത് കേട്ടോളൂ, നടത്തിയില്ലെങ്കിൽ ഈ വീട് രണ്ടാക്കുകയില്ല ഒന്നാക്കുകയാണ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ എടുത്തു വളർത്തിയ മകനെന്ന് പറഞ്ഞ ഗൗതമിനെ ഞാൻ അങ്ങ് മറക്കും. പിന്നീട് ഗൗതമിൻ്റെ മാനസികാവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് കേൾക്കുന്ന പാറു പറയണ, വസു എന്തിനാണ് ഇങ്ങനെയിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് മാനസിക പീഡനം നീ ഇങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് പീഡനങ്ങൾ നീ എന്നോട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല വസു എന്തിനാണ് വസു നീ ഇങ്ങനെ നമ്മുടെ ഗൗതമിനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലക്ഷ്യം നിധിയാണ്. അവൾ ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ശിവാനി ഈ വീട്ടിലെ മരുമകളായി വന്നെങ്കിൽ ഇനി അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ കിട്ടിയിരിക്കണം. നിങ്ങൾ നിധിക്ക് മരുമകളായി എന്തൊക്കെ കൊടുത്തോ അതൊക്കെ ഇവിടെ ശിവാനിക്ക് കിട്ടണം. അതല്ല എങ്കിൽ ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആയിരിക്കില്ല എന്ന് പറയണേട്ടോ. അങ്ങനെ പാറുവിനെ ഭീഷണിപ്പെടുത്തിയും കൊണ്ട് ബസ് അങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് നിധി ഡോറിന് ബാക്കിലോട്ട് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പാറു. അങ്ങനെ പാറു, എന്തൊരു കഷ്ടകാലമാണിത്, എന്തൊരു വിധിയാണ്. ആ ശിവാനിയെ പോലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകൻ്റെ ജീവിതം പിന്നീട് പറയാനില്ല. അവളോട് ഞാൻ പറഞ്ഞു, ഈ ജീവിതം വേണ്ടെന്ന് വെച്ച് എൻ്റെ കുഞ്ഞിനെ ഫ്രീ ആക്കി വിട് വസു, നീ വിചാരിച്ചാൽ നടക്കും. അശോകനോട് പറഞ്ഞു കഴിഞ്ഞാൽ അശോകൻ കൊണ്ടുപോകും. ആ താലിയല്ലേ, ആ താലി അശോകൻ തന്നെ അറുത്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് വസു കേൾക്കുന്നില്ലല്ലോ. ഈശ്വര, എന്തൊരു വിധിയാണ്, എൻ്റെ പൊന്നു മോൻ്റെ കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന സമയത്ത് പിറകിലൂടെ നിധി ഇങ്ങനെ പാറുവിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിധിയോട് ഉടൻ തന്നെ പാറു ചോദിക്കുന്നത്, നീ വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല അമ്മ, ഞാൻ ഇപ്പോൾ വന്നതുള്ളൂ. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ പാറു ഇങ്ങനെ തപ്പിപ്പിടിക്കാമെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ, അമ്മ കരയുന്നത് നമ്മുടെ പ്രണവിനെ ആലോചിച്ചാണെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ അമ്മ പ്രണവിനെ ആലോചിച്ച് കരയണ്ട, അത് വിഷയമാക്കണ്ട, അത് വിട്ടേക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഞെട്ടിപ്പോവാണ് ഇങ്ങനെ പാറു. പ്രണവിൻ്റെ ജീവിതം ഇങ്ങനെയായി. ഇനി എന്തായാലും വസുന്ധര ആൻറ്റി എന്തായാലും ഒതുങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല. വസുന്ധര ആൻറ്റി ശിവാനിക്ക് കൊടുത്ത ആ ക്ലാസ്സിലാണ് പ്രണവ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ശിവാനിക്ക് ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു മരുമകൾ എന്ന സ്ഥാനം കൊടുത്തേക്കമ്മേ. എന്താ മോളെ നീ പറയുന്നത്? ശിവാനിക്ക് മരുമകൾ എന്ന സ്ഥാനം? അതെ, കൊടുത്തില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോട് കൂടി ജീവിക്കാൻ ആ വസുന്ധര ആൻറ്റി ഒരിക്കലും സമ്മതിക്കില്ല. അമ്മ സങ്കടപ്പെടേണ്ട. അമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഈ പറയുന്ന പ്രണവിനെ നമുക്ക്
ഇതിൽ നിന്നും ഊരാക്കുടിക്ക് നിന്ന് ഊരിയെടുക്കാനും വസുന്ധരാൻ്റി പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ പ്രണവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പ്രണവ് അമ്മയുടെ മകനല്ലേ, അവൻ നഷ്ടപ്പെട്ടു പോയാൽ അമ്മക്ക് സഹിക്കുമോ? നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ശിവാനി അവനെ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കൺമുന്നിലാണെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ ഇവിടെ നിർത്തിക്കൊണ്ടുപോവാ എന്ന് പറയാനേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇങ്ങനെ പാറുവിന് തോന്നാണ്. എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശിവാനിയാണെങ്കിലോ നല്ല സുന്ദരിയായി ഇങ്ങനെ ബെഡ്റൂമിലോട്ട് പോവാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനി ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ തനിക്ക് എല്ലാ വിജയം കിട്ടിയെന്ന സന്തോഷത്തോടു കൂടി ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതാ എന്ന് പറഞ്ഞ ആ വിളി കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശിവാനി കാണുന്ന കാഴ്ച നിധി തനിക്ക് പാലുമായി വന്നിരിക്കുന്നു കേട്ടോ. അത് കാണുന്നതിനോടുകൂടി ശിവാനിക്ക് ശരിക്കും സന്തോഷമാവാണ്. ആഹാ, എന്നാൽ നീ ഇത്ര പെട്ടെന്ന് എൻ്റെ അടിമയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണം, അതെ, ഞാൻ നിൻ്റെ അടിമയായതല്ല, ഈ വീട്ടിൽ മരുമകളായി വന്ന നിനക്ക് ചെയ്യേണ്ട കുറച്ച് കടമകൾ എനിക്ക് ചെയ്തു തരേണ്ടതുണ്ട്, അത് ഞാൻ ചെയ്തു തന്നാ. അപ്പം നീ നേർവഴിക്ക് വന്നതല്ലേ, അപ്പം എന്തായാലും ആദ്യം നിൻ്റെ കൈകൊണ്ട് തന്നെ ഈ പാലുമായി എനിക്ക് ആ ബെഡ്റൂമിലോട്ട് പോകണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ നീ എന്തടി എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഈ നിധിയെ ഒന്നിനും പറ്റില്ലെന്ന് ഞാൻ തെളിയിച്ചില്ലേ? ഇപ്പോൾ ഈ താലിയാണ് എൻ്റെ ബലം. ഈ താലി കഴുത്തിൽ കിടക്കുന്നിടത്തോളം എനിക്ക് ഈ വീട്ടിൽ എന്തും ചെയ്യാം. നിൻ്റെ ബലം അത് തന്നെ ആയിരുന്നല്ലോ. ഈ വീട്ടിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് നീ എന്നെ അപമാനിച്ചിട്ടുള്ളത്. എന്നിട്ടും ഞാനത് സഹിച്ച് ക്ഷമിച്ച് നിന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. ഇനി പഴയതുപോലെ നിനക്കിവിടെ എങ്ങനെയാണോ സ്ഥാനമുള്ളത് ആ സ്ഥാനങ്ങളെല്ലാം എനിക്കും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നിധി പറയുന്നത് ശരിയാണ്, അത് നീ പറയുന്നത് കറക്റ്റാണ്. എനിക്ക് എന്തൊക്കെ സ്ഥാനം കിട്ടുന്നു ആ സ്ഥാനമൊക്കെ നിനക്ക് കിട്ടും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് മോളെ, നീ പറഞ്ഞ ഈ താലി ഉണ്ടല്ലോ, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഞാൻ. മൂത്ത മരുമകൾ എന്ന സ്ഥാനം വേറെയാണ്, രണ്ടാമത്തെ മരുമകൾക്ക് വേറൊരു സ്ഥാനമാണ്. അതിനെ ആലോചിക്കണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ ശിവാനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ശിവാനി പറയും, നീ എന്ത് തന്നെ പറഞ്ഞാലും മൂത്തതും ഇളയതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ശിവാനി നാടകം കളിക്കലല്ല ഇവിടെ കാട്ടുന്നത്, ഇനി ഇവിടെ ചവിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി ഒരു മുക്കിലിരുത്തോടി, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി, അതൊക്കെ നിൻ്റെ സ്വപ്നമാണ്. എന്തായാലും പാല് കൊണ്ടുവന്നിട്ടുണ്ട്, അതങ്ങ് മേടിച്ചേക്കെ എന്ന് പറഞ്ഞിട്ട് കൈകളിൽ അങ്ങ് കൊടുക്കണേട്ടാ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് ശിവാനിക്ക്. ആ സമയം ഇങ്ങനെ ബെഡ്റൂമിലാണെങ്കിലോ പ്രണവ് ഇങ്ങനെ ബെഡ്റൂം അണിഞ്ഞൊരുക്കുകയാണ് കേട്ടോ. അതായത് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ലൊരു ഹാർട്ട് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഈ ബെഡിലിങ്ങനെ വിരിച്ച് അടിപൊളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവിന് ഒരു മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. ശിവാനിയാണെങ്കിലും നല്ല സുന്ദരിയായി നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ ശിവാനി എടുത്തിട്ടുള്ളത്. അങ്ങനെ ശിവാനി ഇങ്ങനെ നാണത്തോടു കൂടി ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെ പുറത്ത് പാറു നിൽക്കുന്നത് കാണുന്നത്. പാറുവിനെ കണ്ട ഉടനെ തന്നെ ശിവാനി പറയുന്നത്, ആഹാ, അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ, എന്നാൽ അമ്മ എനിക്ക് അനുഗ്രഹം തന്നെ. അത് കാണുന്ന പാറു അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാറുവിൻ്റെ മുന്നിലോട്ട് ശിവാനി വീണ്ടും വരികയാണ്. എന്താ അമ്മേ, എന്നെ അനുഗ്രഹിച്ചാൽ എന്താ കുഴപ്പം? അമ്മക്കിപ്പോൾ എന്നെ അനുഗ്രഹിച്ച് എന്താ വെച്ചിട്ടാ കുഴപ്പം? ഞാൻ പാല് കയ്യിൽ പിടിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാൽക്കൽ വീഴാനൊന്നും എനിക്ക് കഴിയില്ല. കൊമ്പിട്ട് കഴിഞ്ഞാൽ പാല് ഫുള്ള് പോവില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായി ഒന്ന് കുനിയാ, എൻ്റെ തലയിൽ വെച്ച് കൈ വെച്ച് അനുഗ്രഹിച്ചോളൂ. അപ്പോൾ പാറുവിന് അത് കഴിയുന്നില്ല കേട്ടോ. പാറു പിന്നെയും മുഖം തിരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിധി കയറി വരികയാണ്. അപ്പോഴാണ് വസുന്ധര പിറകിലൂടെ വരുന്നത്. അങ്ങനെ വീണ്ടും ശിവാനി ഇങ്ങനെ, എനിക്ക് നേരമില്ല, ഞങ്ങളുടെ മുഹൂർത്തത്തിന് സമയമായി, പെട്ടെന്ന് എനിക്ക് നേരമില്ല, നിങ്ങളുടെ മകൻ അവിടെ എന്നെയും കാത്തിരിക്കുകയാണ്, ഈ പാലുമായി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവാണ്, നിങ്ങൾക്ക് പേരക്കുട്ടികളെ തരണ്ടേ, അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ഇങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് വസുന്ധര, ശരിയാണ്, നീ പേരക്കുട്ടികളെ തരണം, എന്താ പാറു, എന്താ ഏട്ടത്തിക്ക് ഇവൾക്ക് അനുഗ്രഹം കൊടുക്കാൻ കഴിയില്ലേ എന്ന് പറയുമ്പോൾ തൻ്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി എന്ത് ചെയ്യുന്ന, ഞാനിങ്ങനെ കുമ്പിട്ട് നിൽക്കല്ലേ, പാല് പോവില്ലേ, എനിക്ക് അധികം കുനിയാനൊന്നും പറ്റില്ല, നിങ്ങൾ എൻ്റെ കൈക്ക് തലയിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ശിവാനി തന്നെ പാറുവിൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു വെച്ച് തലയിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം പാറു ഗതിയില്ലാതെ വസുവിനെ കണ്ടതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ ആ അനുഗ്രഹം കൊടുക്കാത്തതുപോലെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. എന്നാൽ എല്ലാവർക്കും തോന്നുന്ന വിധത്തിൽ അങ്ങ് പറഞ്ഞു വിടും കേട്ടോ. ഇതേ സമയം ബെഡ്റൂമിലോട്ട് അങ്ങ് എത്താൻ നേരം ശിവാനി എന്ത് ചെയ്യും, ആ പാലുണ്ടല്ലോ, ആ പാലിൽ ഇങ്ങനെ ഉറക്ക ഗുളിക ഇടുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ശിവാനിയുടെ നാടകം തുടങ്ങുന്നത്. എന്നാൽ മുല്ലപ്പൂവൊക്കെ കയ്യിൽ കെട്ടി അതിൻ്റെ സ്മെല്ലൊക്കെ ആസ്വദിച്ച് പ്രണവ് ഇങ്ങനെ ശിവാനിയെയും കാത്തിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും പറയാവേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും.